നമസ്കാരം. 2025 ജനുവരി മാസത്തിൽ പ്രഥമ ശുഭയോഗങ്ങളിൽ ഒന്നാകാൻ പോവുകയാണ് ബുധാദിത്യ രാജയോഗം. ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും ആത്മവിശ്വാസവും ജീവിതത്തിൻ്റെ പല മേഖലകളിലും വിജയങ്ങൾ നൽകുന്നതായ രാജയോഗമാണ് ബുധാദിത്യ രാജയോഗം. ഈ രാജയോഗം ജനുവരി മാസം ആരംഭിക്കാൻ പോകുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. സൂര്യനും ബുധനും ഒരേ രാശിയിൽ സംഗമിക്കുമ്പോഴാണ് ബുധാദിത്യ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. മകരം രാശിയിലാണ് 2025 ആദ്യ ബുധ സൂര്യ സംഗമം നടക്കുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് അഥവാ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തേതായ രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇടവം രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ബുധാദിത്യ രാജയോഗത്തിന്റെ ഗുണകരമായ ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. ബിസിനസ്സിലും കരിയറിലും ഉയരങ്ങൾ കീഴടക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മികച്ചതായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിക്ഷേപങ്ങൾ നടത്തുവാനും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാവുന്ന സമയം കൂടിയാകുന്നു. ബുധാദിത്യ രാജയോഗകാലം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ വന്നു ചേർന്നിരിക്കുന്നതായ പല പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമായി മാറും. ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഏത് കാര്യങ്ങളിലും വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ചൊവ്വ അധിപനായ കന്നിരാശിയിൽ ജനിച്ചവർക്കും സൂര്യന്റെയും ബുധന്റെയും സംയോഗം നേട്ടം തന്നെയാണ് നൽകുക. പ്രധാനമായും ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ആത്മധൈര്യം വന്നു ചേരുന്നതിനാൽ ബുദ്ധിശക്തിയും പ്രവൃത്തിയും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് പങ്കാളിത്തങ്ങൾ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തന്ത്രങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ്. ഏതൊരു കാര്യത്തിലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ക്രമാതീതമായി ഉയരാം. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണകരമായി മാറുകയും കാര്യവിജയം ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുകയും കുടുംബത്തിന് തന്നെ നിങ്ങൾക്ക് ഐശ്വര്യം നൽകുവാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാം. അതിനാൽ തീർച്ചയായും ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് രാജയോഗം രൂപപ്പെടുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ഗുണഫലങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് വർദ്ധിക്കുകയോ അനുഭവപ്പെടുകയോ ചെയ്യാം. സൂര്യന്റെ നേതൃഗുണവും ബുധന്റെ ബുദ്ധിശേഷിയും കരിയറിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും അഥവാ സഹായകരമായി തീരാം. അംഗീകാരങ്ങൾ നേടുവാനുള്ള അതുല്യമായ അവസരങ്ങൾ നിങ്ങൾക്ക് നൽകും. കൂടാതെ മകരം രാശിക്കാർക്ക് ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കുകയും ലക്ഷ്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. പരിശ്രമിക്കുകയാണ് എങ്കിൽ
വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യങ്ങൾ അത് ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ അനുകൂലമായി തീരും. പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന പ്രത്യേകതയുണ്ട്. കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒരു പരിധിവരെയെങ്കിലും കടബാധ്യതകൾ തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിച്ചു എന്ന് വരാം. മികച്ചതായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി തന്മൂലം വന്നു ചേരാം, അഥവാ മറ്റു കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരാം. തീർച്ചയായും നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കരിയറുമായി ബന്ധപ്പെട്ട് മികച്ചതായ അവസരങ്ങൾ തന്നെ വന്നു ചേരും. വലിയ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അനുകൂലമായ സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ബുധാദിത്യ രാജയോഗകാലം നിങ്ങൾക്ക് ധനപരവും അല്ലാതെയും നേട്ടങ്ങൾക്ക് കാരണമായി തീരും. തങ്ങളുടെ പുതിയ ആശയങ്ങളും കഴിവുകളും പ്രകടിപ്പിക്കുവാനും അംഗീകാരങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാനും ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം രാജയോഗത്തിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നതിനാൽ തന്നെ ഇവർ എടുക്കുന്നതായ തീരുമാനങ്ങൾ ലക്ഷ്യം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടുതൽ വ്യക്തതയും ഏകാഗ്രതയും ഏത് കാര്യത്തിലും കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ലക്ഷ്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കാരണം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ധനപരമായ നേട്ടങ്ങൾ ഇരട്ടിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. കൂടാതെ ഈ സമയം പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നേതൃഗുണം നിങ്ങൾക്ക് വന്നു ചേരും. ബുദ്ധിശേഷി നിങ്ങൾക്ക് വന്നു ചേരും. അത് കരിയറിൽ മുന്നേറുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുല്യമായ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില തന്ത്രങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങളിൽ എത്തുവാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്കും മറ്റ് നേട്ടങ്ങൾക്കും അത് കാരണമായി തീരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക.